മഴക്കെടുതിയെ തുടർന്ന് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് 11 ക്യാമ്പുകൾ. 54 കുടുംബങ്ങളാണ് ക്യാമ്പുകളിലുള്ളത്. 24 മണിക്കൂറിനുള്ളിൽ ജില്ലയിൽ 11 വീടുകൾക്ക് ഭാഗികമായും ഒരു വീടിന് പൂർണ്ണമായും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ ചാലക്കുടി താലൂക്കിൽ ഒരു കിണർ ഇടിഞ്ഞു താഴ്ന്നു. കനത്ത മഴയിൽ കുന്നംകുളം ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു. ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡിൽ കോലാടിപ്പറമ്പിൽ ബിജേഷും കുടുംബവും താമസിച്ചിരുന്ന വീടാണ് തകർന്നത്. പുലർച്ചെ 4 മണിയോടെ വീടിന്റെ ചുവരുകൾ പൊട്ടുന്ന ശബ്ദം കേട്ട് ബിജീഷും ഭാര്യയും 2 കുട്ടികളുമടങ്ങുന്ന കുടുംബം പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തമൊഴിവായി. അല്പനിമിഷത്തിനുള്ളിൽ വീട് പൂർണ്ണമായും നിലം പൊത്തുകയായിരുന്നു. കുടുംബക്ഷേത്രത്തിൽ പോകുന്നതിനായി ബിജേഷ് നേരത്തെ എഴുന്നേറ്റിരുന്നു. ഈ നേരത്താണ് ചുമർ പൊട്ടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെയാണ് ഭാര്യയും കുട്ടികളുമായി പുറത്തേക്ക് ഓടിയത്. മഴയിൽ വീടിന്റെ ചുവരുകൾക്കിടയിലേക്ക് വെള്ളമിറങ്ങിയതാണ് ഇടിയാൻ കാരണമെന്ന് കരുതുന്നു. തെക്കുംകര വിരുപ്പാക്കയിൽ ഇന്നലെ ഉണ്ടായ കാറ്റിലും മഴയിലും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പുളിമരം വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണ് വീട് തകർന്നു. ആർക്കും പരിക്കില്ല. നമ്പ്രത്ത് തങ്കമ്മയുടെ വീടിന് മുകളിലേക്കാണ് പുളിമരം കാറ്റിൽ മറിഞ്ഞു വീണത്. വീട്ടിൽ ഉറങ്ങുകയായിരുന്നവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. തങ്കമ്മയും മരുമകൾ പ്രീതയും 2 മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു.